ഹലോ നമസ്കാരം. വിമൽ ജനാർദ്ദനൻ. ബിസിനസ് ഇംപ്രൂവ് ചെയ്യാനുള്ള 3 രഹസ്യങ്ങൾ പറഞ്ഞു തരട്ടെ. ബിസിനസ് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് മടിയന്മാരൊക്കെ ആണെങ്കിൽ, എന്നെപ്പോലെ മടിയന്മാരൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് രഹസ്യം, റൈറ്റ്. എഴുതുക. നിങ്ങൾക്ക് എന്ത് ആശയം തോന്നിയിട്ടുണ്ടെങ്കിലും തലയിലിട്ട് അത് ചിന്തിച്ച് പെരുപ്പിക്കാതെ എഴുതി വെക്കുക. ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. അതിപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഉപകരിക്കുന്ന ഒരു ടിപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ, എഴുതുമ്പോൾ തന്നെ അതിൽ ഓൾമോസ്റ്റ് നമുക്കതിന് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യണം. നിങ്ങൾ ഒന്ന് എഴുതുക. അവർക്ക് എത്ര സാലറി കൊടുക്കും, അവരുടെ ജോബ് റോൾ എന്തായിരിക്കും, എങ്ങനെ നമ്മൾ പരസ്യം ചെയ്യും, ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാറേ ഇല്ല. നമ്മൾ മിക്കവാറും ഇത് തലയിലിട്ട് നടക്കും. തലയിലിട്ട് നടന്നാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ആശയം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒരു പരസ്യത്തിൻ്റെ ഒരു ക്യാപ്ഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, നമ്മൾ അത് എപ്പോൾ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ചോർന്നു പോകില്ല. നേരെ മറിച്ച് അത് തലയിൽ കൊണ്ടു കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അത് കുറച്ച് മറന്നു പോകും. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. സോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് എഴുതി നോക്കുക. രണ്ടാമത്തെ രഹസ്യം, മൈക്രോ ആക്ഷൻസ്. മൈക്രോ ആക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ ടാസ്കിനെ ചെറിയ 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 പാർട്ടായി ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഓരോ ചെറിയ പാർട്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു മല കയറുന്ന സമയത്ത് മല ഒറ്റയടിക്ക് മലേൻ്റെ ടോപ്പിൽ എത്തുകയല്ലല്ലോ ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അതാണ് പണ്ടുള്ളവർ പറയും, പയ്യെ തിന്നാൽ പനയും തിന്നാന്ന്, അല്ലേ? അതുപോലെ തന്നെയാണ് ഓരോ ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഗുണവും കൂടിയുണ്ട്. നമുക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ നമ്മളൊരു വലിയ ടാസ്ക് ഒറ്റയടിക്ക് ചെയ്യുന്നതിന് പകരം ചെറിയ ടാസ്ക് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് അത് ആ ഒരു ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്തു പോവുക. അതിനെയാണ് മൈക്രോ ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു കോഴ്സൊക്കെ ഞാൻ ഇറക്കുന്നതിന് മുമ്പ് നമുക്കൊരു പെയിൻ പോയിന്റ് കിട്ടും. ഇപ്പോൾ ബിസിനസ്സുകാരോടോ മറ്റോ സംസാരിച്ച് നമുക്കൊരു പെയിൻ പോയിന്റ് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് ആദ്യം എഴുതി വെക്കും. പിന്നെ എപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെ ഇതിനെ ഒരു കോഴ്സാക്കി മാറ്റാം എന്നുള്ളതായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ഐഡിയാസും കോണ്ടന്റ്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ അപ്പോൾ എഴുതി വെക്കും. പിന്നെ മനോഹരമായ ഒരു പേര് കൊടുക്കും. ഇതൊക്കെ ഒരു ലോങ് പ്രോസസ്സാണ്. കുറേ നാൾ കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിങ്ങിലേക്കും എഡിറ്റിങ്ങിലേക്കും ഒക്കെ വരുന്നത്. ഷൂട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ കുറച്ചായിട്ടായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്ത് മാറ്റുക. പിന്നെ എഡിറ്റിങ്ങിലേക്ക് പോകും. ഇതുപോലെ ഏത് കാര്യവും നമുക്ക് ഒരു പാർട്ടായി ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ടാസ്ക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസും അതുപോലെ തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും. സീക്രട്ട് നമ്പർ 3, ചെക്ക് ആൻഡ് ഇംപ്രൂവ്. അതെ, നമ്മൾ എന്ത് ടാസ്ക് ചെയ്ത് കഴിഞ്ഞാലും, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഏത് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി, അല്ലെങ്കിൽ പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പുതിയൊരു സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എന്ത് തന്നെ ആയാലും നിങ്ങളത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അവരുടെ കോൾസ്, ഇതൊക്കെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. ആ ഒരു ടാസ്ക് വളരെ മനോഹരമായിട്ട് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളത്, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ആ വീടിൻ്റെ മനോഹാരിത എന്നും നിലനിൽക്കുള്ളൂ. സോ നമ്മുടെ എല്ലാ ടാസ്കുകൾക്ക് ശേഷവും നമ്മൾ നിരന്തരമായി അതിനെ മോണിറ്റർ ചെയ്യണം, ചെക്ക് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇനി മുതൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യം എഴുതുക, പിന്നെ അതിനെ മൈക്രോ ആക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക, അതിനുശേഷം ചെക്ക് ആൻഡ് ഇമ്പ്രൂവ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയുള്ള ഉപകാരപ്രദമായ ടിപ്സ് കിട്ടുന്നതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഗുഡ് ബൈ.